ജേക്ക് സി തോമസ്, ജേക്ക്, ഇതിപ്പോൾ ഇന്നലെയും നമ്മൾ ഈ തരൂരിന്റെ പ്രതികരണം ലേഖനം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ലീഗിന്റെ പ്രതികരണം കൂടി വരികയാണ്, മുന്നണിയുടെ പ്രതികരണമായി തന്നെ വരികയാണ്. ഇന്ന് ഹസൻ പറഞ്ഞത് കേട്ടല്ലോ, പ്രവർത്തക സമിതി അംഗമായി തുടരേണ്ട മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ താൻ വ്യത്യസ്തനാണ് എങ്കിൽ അങ്ങനെ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എന്തൊരു പുകിലാണ്, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ പുകിലുണ്ടാക്കുന്നത് എന്ന്. ശശി തരൂരിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള പ്രതികരണമാണ് എനിക്ക് അറിയേണ്ടത്. ജേക്ക്, ഇപ്പോൾ ഈ പ്രതികരണത്തിൽ, പുതിയ പ്രതികരണത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രമാണ് താൻ പറഞ്ഞതെന്നും വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നതെന്നും സാമ്പത്തിക സ്ഥിതി വളരെ പിന്നാക്കാവസ്ഥയിലാണെന്നും ഇവിടെ തൊഴിലില്ലായ്മയുണ്ട് എന്നും ഒക്കെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. വിദേശത്തേക്കുള്ള പ്രവാസം, വിദ്യാഭ്യാസത്തിനായി യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത്, കൃഷിമേഖലയിലെ പ്രതിസന്ധി, ഉയർന്ന കടബാധ്യത, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തരൂർ പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ? തീർച്ചയായിട്ടും അങ്ങയുടെ ഈ പുതിയ സാമൂഹ്യ മാധ്യമത്തിലെ തിരുവനന്തപുരം എംപിയുടെ പ്രതികരണവും അതിനോടനുബന്ധിച്ച് അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ നേതാവ് നടത്തിയ പ്രതികരണങ്ങളും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള പ്രതികരണമാണ് അങ്ങനോട് ചോദിച്ചത്. നിശ്ചയമായി ഞാൻ ആ പ്രതികരണത്തിലേക്ക് വരാം. പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം ലീഗിന്റെ മറ്റൊരു പ്രതിനിധിയുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ കാലയളവിലും ഈ സംവാദത്തിൽ മാത്രമല്ല, കറതീർന്ന കോൺഗ്രസ് വാദമുഖങ്ങളെ നമ്മുടെ ചർച്ചയിൽ അവതരിപ്പിക്കാറുള്ള, കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വക്താവ് എന്നതുപോലെ അഭിമാനപൂർവ്വം നമ്മുടെ സംവാദങ്ങളിൽ ഇടപെടാറുള്ള ആദരണീയനായ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ്. ചുരുങ്ങിയ ഭാഷയിൽ UDFന്റെ 2 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ബഹുമാന്യനായ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ഞാൻ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പല ചർച്ചകളിലും അല്പം കൂടെ വസ്തുതകളെ മുൻനിർത്തി ആണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ളത്. കോൺഗ്രസിന്റെ പല പ്രതിനിധികളും തരംതാഴ്ന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ബഹുമാന്യനായ UDF പക്ഷപാതിത്വം ഏത് കാലയളവിലും അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ സംവദിച്ചിട്ടുണ്ടായിരുന്നത് ആദരണീയനായ സണ്ണിക്കുട്ടി എബ്രഹാം. അദ്ദേഹം വീണ്ടും പറയുന്നു, എനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള സംരംഭക വർഷത്തെ സംബന്ധിച്ച്, ഇത്രയധികം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ സംബന്ധിച്ച് 2 മിനിറ്റ് കൊണ്ടൊരു സംരംഭം കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്തോഭജനകമായ ആ മട്ടിലുള്ള ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഇന്നലെ എത്രയോ ദിവസങ്ങളായി കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഇതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും വിരൽ തുമ്പിൽ yearofenterprises.kerala.government.in അതിലേക്ക് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ ഇന്നേ ദിവസം വരെ നമ്മുടെ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന് തൊട്ട് മുമ്പ് 3,44,888 സംരംഭങ്ങളാണ് സംരംഭക വർഷത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. ആ സംരംഭങ്ങളെ ആകെ ജില്ല തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സംരംഭങ്ങളിലൂടെ വന്ന തൊഴിലെത്ര ജില്ല തിരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ആകെ വന്ന നിക്ഷേപം എത്ര? 22,104.04 കോടിക്ക് മുകളിലുള്ള പുതിയ നിക്ഷേപം, 7,40,787 മേളിലുള്ള തൊഴിലവസരങ്ങൾ, 30% വരുന്ന പുതിയ വനിതാ സംരംഭകർ, ട്രാൻസ്ജെൻഡർ സംരംഭകർ, പുരുഷ സംരംഭകർ, ചെറുപ്പക്കാർ, അതേപോലെ വിവിധ കാറ്റഗറിക്കലായി മാനുഫാക്ചറിങ്, ട്രേഡ്, സർവീസ്, ഇങ്ങനെ ആകെ ആരംഭിച്ചിട്ടുള്ള 3,44,588 സംരംഭങ്ങളെ കാറ്റഗറിക്കലായി യൂണിയൻ ഗവൺമെന്റിന്റെ MNCയുടെ നിർവചന പ്രകാരം തരാതരം പോലെ തിരിച്ച് നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിലും എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യമാകാൻ വേണ്ടി കഴിയുക? ഏത് സുതാര്യതയും ചെറുത്തു തോൽപ്പിക്കുന്ന വിധം നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ കരാതരം പോലെ ഇനം തിരിച്ച്, ജില്ല തിരിച്ച്, പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ തിരിച്ച്, കാറ്റഗറിക്കലായി ഒക്കെ തിരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നിട്ടും പറയുകയാണ് ഇത് അവകാശവാദമല്ലേ എന്നുള്ളത്. ഞാൻ 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. അങ്ങ് മാധ്യമ പ്രവർത്തകനാണല്ലോ. UDF പക്ഷപാതിത്വം ഉണ്ടെങ്കിലും അന്തമല്ല പക്ഷപാതിത്വമെങ്കിൽ അങ്ങ് അംഗീകരിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ എൻഹാൻസിംഗ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 82 വർഷത്തെ ആ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി വരുന്ന മാർച്ച് മാസം 1-2 തീയതികളിൽ കേരളത്തിന്റെ സംരംഭക വർഷത്തെ സംബന്ധിച്ച് പേപ്പർ അവതരിപ്പിക്കാൻ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെയും അവിടുത്തെ വ്യവസായ മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൊസൈറ്റിയുടെ നോവൽ ഐഡിയ ഫോർ പബ്ലിക് എന്റർപ്രൈസസ് അവാർഡ് സ്വീകരിച്ച
നമ്മുടെ ഈ സംരംഭക വർഷം. ആ വർഷം അതിനുള്ള അംഗീകാരമായിട്ടാണ് നമ്മുടെ വ്യവസായ മന്ത്രിയെ 82 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ അവരുടെ നാട്ടിലേക്ക് മാർച്ച് മാസം ക്ഷണിക്കുന്നത്. ഈ സംരംഭക വർഷം നുണയാണെന്നാണോ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ പറയുന്നത്? IIM ഇൻഡോറിന്റെ സ്റ്റഡി എന്താണ്? സാധാരണഗതിയിൽ സോഷ്യൽ എക്കണോമിക് റിഫോംസിനെ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടിൽ IIMകൾ പഠന വിധേയമാക്കുക. IIM ഇൻഡോറിന്റെ കേരളത്തിലെ സംരംഭക വർഷത്തെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ പ്രത്യേകത അത് സോഷ്യൽ എക്കണോമിക്, സാമൂഹികവും സാമ്പത്തികവും മാത്രമല്ല, മാനസികമായി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ, സ്ത്രീകളെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, ട്രാൻസ്ജെൻഡറുകളെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, കുടുംബശ്രീ പ്രവർത്തകരെ സംരംഭകരാക്കി മാറ്റുന്നതിൽ, അങ്ങനെ ആകെയുള്ള 100-ൽ 30% വനിതകളെ സംരംഭകരാക്കി മാറ്റിയത് വഴി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷം, അതിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് IIM ഇൻഡോർ പഠിച്ചിരിക്കുന്നു. അത് CPIMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണോ? അങ്ങനെയാണോ ആ പഠനത്തെ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകനെ കാണേണ്ടത്? ഒറ്റ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസൂറിയിലെ ട്രെയിനിങ് അക്കാദമി അതെന്തായാലും CPMന്റെ റിക്രൂട്ടിംഗ് ഏജൻസി അല്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരും പ്രബുദ്ധരുമായ IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന ട്രെയിനിങ് അക്കാദമിയിലേക്ക് കേരളത്തിലെ KSIDCയുടെ CEO അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണഗതിയിൽ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാറുള്ള മുസൂറി ട്രെയിനിങ് അക്കാദമിയിൽ കേരളത്തിന്റെ എക്സ്പീരിയൻസ്, കേരളാസ് എക്സ്പീരിയൻസ് ഓൺ ഇയർ ഓഫ് എന്റർപ്രൈസസ്, അതിലെ പേപ്പർ പ്രസന്റേഷന് വേണ്ടി നമ്മുടെ KSIDCയുടെ MDയെ അതിന്റെ CEOയെ ക്ഷണിച്ചിരിക്കുന്നു. ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകൻ പറ, മുസൂറിയിലെ ട്രെയിനിങ് അക്കാദമി ഒരു CPIM അനുഭാവി കേന്ദ്രമാണോ? IIM ഇൻഡോർ ഒരു CPIM അനുഭാവി കേന്ദ്രമാണോ? അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു CPIM കേന്ദ്രമാണോ? അന്തർദേശീയ നിലവാരത്തിൽ അംഗീകരിക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ സംഭാവന ചെയ്ത കേന്ദ്രങ്ങളല്ലേ? അവരൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നിട്ടും ജസ്പ്രീത് സിംഗിനെ അനുസ്മരിപ്പിക്കും വിധം ആങ്കർ നിർബന്ധമായി മനസ്സിലായി കാണുമല്ലോ, കേരള 100% ലിറ്ററസി എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച പഞ്ചാബ് കൊമേഡിയനെ അനുസ്മരിപ്പിക്കും വിധം UDFന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, UDFന്റെ കേരളത്തിലെ കൺവീനർ, മുൻ പ്രതിപക്ഷ നേതാവ്, ഈ സംഘമാകെ കേരളത്തെ പരിഹസിക്കുകയാണ്. ഈ കാര്യത്തിൽ നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ്? കേരളത്തിൽ UDF കാലയളവിൽ സംരംഭമേ ഇല്ല, വ്യവസായമേ വളർന്നിട്ടില്ല. അങ്ങനെയല്ല. കേരളം പക്ഷേ അതിന്റെ അഭിമാനകരമായ തുടർച്ചയിൽ അഭൂതപൂർണമായ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. 28ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന നമ്മുടെ കേരളം ഇന്ന് ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റക്കാരിയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ മാധ്യമപ്രവർത്തകൻ അല്പം പരിഹാസത്തോടുകൂടെ ചോദിച്ചു, 2 മിനിറ്റ് കൊണ്ട് സംരംഭം ആരംഭിക്കാൻ കഴിയുമോ? അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഒരു നേതാവിന്റെയോ മാത്രം അവകാശവാദമാണോ? വിപ്രോ ബ്രാഹ്മിൻസിന്റെ MP ശ്രീനാഥ് വിഷ്ണു നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ്? വിപ്രോ ബ്രാഹ്മിൻസ് കോടാനുകോടി രൂപയുടെ നിക്ഷേപ പദ്ധതിക്ക് അംഗീകാരത്തിനായി സമർപ്പിച്ചു. വീട്ടിൽ വന്നൊരു കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്റെ സ്ഥാപനത്തിലെ CEO വിളിച്ചു പറഞ്ഞു, സാർ നമുക്ക് അംഗീകാരമായി. അത് ഒറിജിനൽ അംഗീകാരം തന്നെയാണോ? നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. മാധ്യമങ്ങൾ എത്ര പേർ കാണിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്റെ ചോദ്യത്തിന് കൂടി മറുപടി, തരൂർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയുള്ള മറുപടി. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മാത്രമല്ലല്ലോ, ബാക്കി സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞതിനോടുള്ള പ്രതികരണം അത് നിങ്ങൾ എടുക്കുന്നില്ല എന്നാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അങ്ങ് സൂക്ഷ്മതയിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മറുപടിയുടെ ആദ്യ ഭാഗം അത്രയും ഞാൻ വിശദീകരിച്ചത് ഏതാണ്? സ്റ്റാർട്ടപ്പുകളുടെ ഗ്ലോബൽ റാങ്കിംഗ് പട്ടികയെ സംബന്ധിച്ചല്ല, കേരള സ്റ്റാർട്ടപ്പ് മിഷന് ലഭിച്ച അന്തർദേശീയ ദേശീയ അംഗീകാരങ്ങളെ സംബന്ധിച്ചല്ല. എന്റെ മറുപടിയുടെ നല്ലൊരു ശതമാനം ഞാൻ വിശദീകരിച്ചത് MSME രംഗത്ത് ഇയർ ഓഫ് എന്റർപ്രൈസസിൽ ഇന്ത്യയിൽ കേരളം കാഴ്ചവെച്ച അഭൂതപൂർണമായ വളർച്ചയെ സംബന്ധിച്ചും 3,44,588 ആസ് പെർ 10 മിനിറ്റ്സ് ബിഫോർ അതുവരെ കേരളത്തിൽ ആരംഭിച്ച പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചും ട്രാൻസ്ജെൻഡറുകളും 30% വനിതകളും മറ്റു കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസത്തെ സംബന്ധിച്ചും നിങ്ങൾ ഇപ്പോൾ കൂടുതൽ സംരംഭകർക്ക് സാഹചര്യം ഒരുക്കുന്നു. ഇവിടെ വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നിങ്ങൾ ചെങ്കൊടി മാറ്റിവെച്ചതുകൊണ്ടാണ് എന്നുകൂടിയാണ് തരൂർ പറയുന്നത്. അതിനുള്ള മറുപടി, ഇതുവരെയുള്ള നയത്തിൽ നിന്നും മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ മുതലാളിത്തത്തിലേക്ക് അടുക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിന് നിങ്ങളെ പ്രശംസിക്കുക കൂടിയാണ് തരൂർ ചെയ്യുന്നത്. അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണോ? അത് ഇപ്പോ ആ പ്രസ്താവന നടത്തിയത് ആരാണെങ്കിലും, ആ പ്രസ്താവനയെ അന്ധകമായി സ്വീകരിച്ചിട്ടുള്ളവർ ആരാണെങ്കിലും, അവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് അസാധാരണമായ, ചെറിയതല്ല അസാധാരണമായ, തീർച്ചയായിട്ടും അവർക്ക് അസാധാരണമായ തെറ്റിദ്ധാരണയുണ്ട് എന്ന് വേണം കാണാൻ. കാരണം പിണറായി വിജയനോ P രാജീവോ ഉള്ള ഈ 2025 ആണ്ടിന്റെ കാലഘട്ടത്തിലല്ല
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 957 പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ യോഗത്തിൽ മഹാനായ EMS പറയുന്നുണ്ട്, അന്ന് മാധ്യമപ്രവർത്തകനെ നിർബന്ധമായി ഓർമ്മിക്കുന്നുണ്ടാകും, ബിർളയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ അന്നത്തെ EMS ഗവൺമെന്റ് തയ്യാറായി. എന്തായിരുന്നു പ്രതികരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയസമീപനം ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റായി കേരളത്തെ മാറ്റിമറിക്കുകയല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേമരാഷ്ട്ര സാമ്പത്തിക സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തെ പടുത്തുയർത്താൻ കഴിയുന്ന നയങ്ങൾക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി നേതൃത്വം നൽകുക. അത് 957 പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ എന്തെങ്കിലും ഒരു സമീപനമല്ല, മാറി വന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ കാര്യവുമല്ല നമ്മുടെ മുമ്പിലത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.